രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇതിനകത്ത് നമ്മുടെ ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച നാരായണീയത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്. സർവ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതാണ് നാരായണീയം. എല്ലാ ചൊവ്വാഴ്ചയും രാധ, കൃഷ്ണൻ്റെ രാധയുടെ കഥ പലയിടത്ത് ചിതറിക്കിടന്നത് ഞാൻ അടുക്കിനാക്കി ചരിത്രത്തിൽ ആദ്യമായിട്ട് 72ാമത്തെ എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. ഇനി ഈ വരുന്ന ചൊവ്വാഴ്ചയാകുമ്പോൾ അത് 73ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര ലീലകളാടുന്ന അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് 12 മണിക്കാണ്. രാധാറാണിയുടെയും അഷ്ടപതിയും വരുന്നത് 12 മണിക്കും മറ്റു വീഡിയോകളെല്ലാം വരുന്നത് 3 മണിക്കുമാണ്. അതുപോലെ ഇത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അടുക്കിന് കിട്ടുന്നതാണ് എല്ലാം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്തൊക്കെയാണ് ഒരു ഹിന്ദു അറിഞ്ഞിരിക്കേണ്ടത്. മറ്റു പല ആൾക്കാരും നമ്മളോട് ചോദിക്കും, ലിംഗത്തെ ആരാധിക്കുന്നത് എന്തിനാണ്? അപ്പം നമുക്കതിന് മറുപടി ഉണ്ട്. ഞങ്ങൾ ലിംഗത്തെ മാത്രമല്ല ആരാധിക്കുന്നത്, യോനിയെയും ആരാധിക്കുന്ന കൂട്ടത്തിലാണ്. യോനിക്കും ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട് പ്രത്യേകം. പിന്നെ ഗണപതി, ആ ഗണപതി എന്ന് പറയുന്നത് മിത്തൊന്നുമല്ല. ഗണപതി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ നമ്മൾ ഗണപതി മിത്താണ് അതാണ് ഇതാണെന്നൊക്കെ അറിയാൻ വയ്യാതെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കഥ ഇതിനകത്തുണ്ട്. മീരയുടെ കഥയുണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷുണ്ട്. 8 എപ്പിസോഡുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കൊട്ടാരക്കര, കായംകുളം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദൂരെ ഉള്ളവർ ഇവിടെ വന്നിട്ട് അവർക്ക് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തവർ യൂട്യൂബിനെ ആശ്രയിച്ചാൽ മതി. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ എങ്ങനെ രാധാഭക്തനായി, ഒരു അത്ഭുത കഥയാണ്. കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി, അത് നിങ്ങൾ കാണണം. ബന്ധം വേർപെടാനായിട്ടിരിക്കുന്നവരും ബന്ധം വേർപെട്ടവരും പിന്നെ അവരുടെ മക്കളും കാണേണ്ടതാണ്. ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. നിങ്ങളുടെ പെൺമക്കൾ ദൂരെ നിങ്ങൾ പഠിക്കാൻ വിടുന്നു എങ്കിൽ ഓരോ അച്ഛനും അമ്മയും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ഉണ്ട്. പ്രണയം വിജയിക്കാൻ വശ്യമന്ത്രം ഉൾപ്പെടെ. അത് ശരിക്കും പ്രണയിക്കുന്ന പെൺകുട്ടികൾക്കല്ല, പെൺമക്കളെ ദൂരെ പഠിപ്പിക്കാൻ അയക്കുന്ന മാതാപിതാക്കൾക്ക് ഉള്ളതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം
രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നല്ലൊരു പങ്ക് കൃഷ്ണഭക്തരും രാധാഭക്തരുമാണ്. ഈ കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ കൃഷ്ണൻ്റെ അടുത്ത അവതാരമായ ബുദ്ധനെ കുറിച്ച് അറിയണം. കൃഷ്ണ അവതാരത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവൻ കൃഷ്ണൻ ബുദ്ധാവതാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാധാറാണി യശോദയായി ജന്മമെടുക്കുകയും ചെയ്തു. ആ ശ്രീബുദ്ധൻ്റെ കഥ ഉടൻ രാധേ രാധേ ചാനലിൽ വരുന്നു എന്ന് മാത്രവുമല്ല, ശ്രീബുദ്ധൻ തനിക്ക് ബോധോദയം ഉണ്ടായപ്പോൾ കണ്ട വെളിപാടുകൾ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ മോക്ഷം കിട്ടും എന്ന് അക്കമിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ് ആരെന്ന് പറയുന്നത് ശ്രീബുദ്ധൻ. കൃഷ്ണൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ഈ വെളിപാടുകളെല്ലാം കൂടെ ഒരു ബുക്കുണ്ട്, ധർമ്മപദം. മനസ്സിലായി? അത് പാലി ഭാഷയിൽ എഴുതിയതാണ്. അത് ബുക്ക് കിട്ടാൻ പാടില്ല, പിന്നെ അത് ഭയങ്കര വിലയുമൊക്കെയാണ്. അതിനുവേണ്ടി നിങ്ങൾ പോണ്ട. അപ്പോൾ ശ്രീബുദ്ധൻ്റെ കഥയും അതോടൊപ്പം തന്നെ ബുദ്ധൻ്റെ സൂത്രങ്ങളും നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രാധേ രാധേ ചാനലിൽ ഇത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, ആ വീഡിയോയുടെ ഹെഡിങ് കണ്ടിട്ട് ഒരിക്കലും ഇത് മതഭ്രാന്ത് പിടിച്ച ഒരാളിൻ്റെ വീഡിയോ ആണെന്നോ ഏതെങ്കിലും ഒരു സമുദായത്തെയോ പാർട്ടിയെയോ പുകഴ്ത്താനുള്ളതാണെന്നോ ദയവ് ചെയ്ത് കരുതരുത്. 3 സമുദായക്കാരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഐക്യത്തോടുകൂടി കഴിയണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലല്ലേ? നാനാത്വത്തിൽ ഏകത്വം. ഈ 3 പേരും ഒന്നിച്ചു കഴിയുമ്പോഴാണ് ഭാരതം ഭാരതമാകുന്നത്, അല്ലാതെ പരസ്പരം അടിച്ചു കഴിയുമ്പോഴല്ല. ഈ വീഡിയോ ഇലക്ഷൻ്റെ ആ സമയത്ത് ഞാൻ ഇറക്കേണ്ടതാണ്, പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം ഇറക്കാതിരുന്നതാണ്. കാരണം എൻ്റെ വീഡിയോ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു കുഞ്ഞു കുഴപ്പം പോലും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കേട്ടിട്ട് ഒരു വോട്ട് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനേ അല്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇനിയും ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കണം. ഇന്ന് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ഐക്യക്കുറവുമില്ല, യാതൊന്നുമില്ല. ഈ നമ്മളിപ്പം നമ്മളെ യൂട്യൂബ് ഇടുമ്പോൾ അതിനകത്ത് കമൻറ്റ് ശക്തമായി മറ്റു മതത്തെ ആക്രമിച്ച് കമൻ്റ് എഴുതുന്ന ആൾ പോലും അയാൾ മുറ്റത്തോട്ടിറങ്ങുമ്പോൾ അയാളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളത് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ ആണെന്നുണ്ടെങ്കിൽ അവർ കണ്ട് ഷേക്കൻഡ് കൊടുത്ത് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സുഖമില്ലാതെ കിടന്നാൽ കാണാൻ പോകും. നമ്മുടെ വീട്ടിൽ വിശേഷങ്ങൾ വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കും. രാഷ്ട്രീയക്കാരാണ് സത്യം പറഞ്ഞാൽ മനുഷ്യനെ തമ്മിൽ അകറ്റുന്നത്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഈ 3 പാർട്ടിക്കാർക്കും പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇറക്കുന്നത്. കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും BJPക്കാർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനം ഒരു തളികയിൽ എന്ന വെണ്ണം BJPയുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുക. ഈ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ഹൃദയങ്ങളെ കീഴടക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ വന്നൊരു കാര്യം, ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സമുദായത്തിന് ഏറ്റവും വലുത് രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയം കഴിഞ്ഞിട്ടേ മതമുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും മതത്തെ ആക്ഷേപിച്ചാലും അത് നമ്മുടെ പാർട്ടിക്കാർ പറയുന്നു എന്ന മട്ടിലാണ് ഹിന്ദുക്കൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല.
ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഏതൊരു ഹിന്ദുവിനെയും സംബന്ധിച്ചിടത്തോളം മതം ആദ്യം വലുത്, രണ്ടാമത് രാഷ്ട്രീയം. നമ്മുടെ ന്യൂനപക്ഷക്കാർക്കൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും അവരൊക്കെ അങ്ങനെയാണ്. അവർക്ക് ആദ്യം മതമാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർ അവരുടെ മതത്തിൽ തൊട്ടാൽ തിരിയും. പക്ഷേ ഹിന്ദുക്കൾ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഹിന്ദുക്കൾ ഇപ്പം അട്ടിപ്പടലം മാറിക്കഴിഞ്ഞു. അതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. മനസ്സിലായി? പ്രധാനമായും ഒന്നാമത്തത് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന, രണ്ടാമത്തത് മാതാ അമൃതാനന്ദമയി, മൂന്നാമത്തത് സത്യസായി ബാബ. പിന്നെ 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് യൂട്യൂബിൽ വരുന്ന ഭക്തി ചാനലുകൾ, എൻ്റേതുൾപ്പെടെയുള്ള ഭക്തി ചാനലുകൾ. ഈ കാര്യങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കി. ഓർമ്മിക്കുക, ഇസ്കോണോ സത്യസായി ബാബായോ മാതാ അമൃതാനന്ദമയിയോ ഭക്തി ചാനൽ ഇറക്കുന്ന ഞാനോ ഞങ്ങൾക്കൊന്നും രാഷ്ട്രീയമില്ല. ഇസ്കോണൊന്നും രാഷ്ട്രീയ സംഘടനയല്ല, അവർക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഹിന്ദു സമുദായത്തെ വൻതോതിൽ സ്വാധീനിക്കുകയും ആ സ്വാധീനം BJPയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ന് ന്യൂനപക്ഷത്തേക്കാൾ കൂടുതൽ മതവിശ്വാസത്തിലേക്ക് ഹിന്ദു സമൂഹം എത്തിക്കഴിഞ്ഞു. ഇന്ന് ഇസ്കോണിലെ അംഗങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾ ഒരു ഇസ്കോണുമായി ബന്ധപ്പെടുന്ന ആരെ ഫോൺ ചെയ്താലും അവർ ഹലോ വെക്കില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഇസ്കോണിലെ അംഗമാണെങ്കിൽ അവരാദ്യം പറയുന്നത് ഹരേ കൃഷ്ണ. ഇതേ കണക്ക് അമൃതാനന്ദമയിയുടെ ഭക്തരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമൃതേശ്വരിയൊന്നും അങ്ങനെ എങ്ങാണ്ടാണ്, എന്നത് വ്യക്തമായി വിട്ടുപോയി. അങ്ങനെയാണ് അവർ പറയുന്നത്. സായിബാബയുടേത് സായി റാം എന്നാണെന്ന് തോന്നുന്നു. സായി ഭക്തർ എന്നെ വിളിക്കാറുണ്ട്. പുട്ടപർത്തിയിലുള്ളവർ തന്നെ രാധേ രാധേ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വിളിക്കുമ്പം സായി റാം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ മനസ്സിലായില്ലേ? ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ രാധേ രാധേ എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഞാനും വിളിക്കുമ്പോൾ ഹലോ പറയാറില്ല. ഞാൻ പറയുന്നത് രാധേ രാധേ. ഹിന്ദുക്കൾ മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഈ ഇസ്കോണൊക്കെ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിൽ. സ്ത്രീകൾ വൻതോതിൽ ഇസ്കോണിലെ അംഗങ്ങളാണ്. അവിടുന്ന് കിട്ടുന്ന തുളസിമാല അതവർ ധരിക്കുന്നവരാണ്, അവർ കഴുത്തിൽ ധരിക്കുന്നവരാണ്. തുളസി കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ച് അത്രയ്ക്ക് പവിത്രമായി എന്ന് മാത്രവുമല്ല, പുരാണങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഈ ഇസ്കോണിലുണ്ട്. അമൃതാനന്ദമയിയുടെ മഠത്തിലെ ഭജനയുണ്ട്, സത്യസായി ബാബയുടെ അവിടെ. അങ്ങനെ ഹിന്ദുക്കൾ മൊത്തത്തിൽ ദൈവത്തിലും ദൈവീകതയിലും മുഴുകിക്കഴിഞ്ഞു എന്ന് മാത്രവുമല്ല, ഇസ്കോൺ പോലുള്ള സംഘടനകളും യൂട്യൂബ് ചാനലുകളും എന്നെപ്പോലെയുള്ള യൂട്യൂബും അല്ലാതെയുള്ള ഒരുപാട് യൂട്യൂബിലെ ഭക്തി ചാനലുകളിലൂടെ അവരവരുടെ ദൈവം എന്താണെന്നും, പണ്ടൊക്കെ അങ്ങനെയല്ല, ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗണപതിയുടെ രൂപം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ തട്ടിക്കളിക്കാം. ഇന്നതല്ല. ഇന്ന് ഓരോ ഹിന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചാലേ അവർ പറയും എന്താ ഗണപതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലച്ചോറുള്ളവനെ അത് മനസ്സിലാകത്തുള്ളൂ. എന്താണ് ശിവലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ന് ഓരോ ഹിന്ദുവും നിങ്ങളടുത്ത് പറഞ്ഞു തരും. അതിന് കാരണം യൂട്യൂബ് ചാനലും ഇസ്കോൺ പോലുള്ള സംഘടനകളുമാണ് അതിന് കാരണം. അപ്പം അത്രയ്ക്ക് ആഴത്തിലിരിക്കുന്നു. അങ്ങനെയുള്ള ഹിന്ദുവിനോട് പഴയ തോതിൽ ഹിന്ദു ദൈവത്തെ ആക്ഷേപിക്കുകയും ഹിന്ദുക്കളെക്കുറിച്ച് എപ്പോഴും ഹിന്ദുക്കൾ എന്ത് ചെയ്താലും കുറ്റം, ഹിന്ദുക്കൾ എന്ത് പറഞ്ഞാലും വർഗീയത, മറ്റുള്ളവരത് പറഞ്ഞാൽ വർഗീയതയല്ല എന്ന മട്ടിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ അസ്വസ്ഥരായി മാറുന്നു. ആ അസ്വസ്ഥത ഈ പറയുന്നവരെ എതിർക്കാൻ സഹായിക്കുന്നു. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരോട് ദേഷ്യം, കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസിനോട് ദേഷ്യം. പിന്നെ അവർ നോക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയാത്തവർ, ഞങ്ങളുടെ ഹിന്ദുക്കളെ സ്നേഹിക്കുന്നവർ BJP ആണ്. ഓട്ടോമാറ്റിക്കലി അവരെങ്ങോട്ടേക്ക് പോകുന്നു? BJPക്ക് പോകുന്നു. അതുകൊണ്ടാണ് BJP കേരളത്തിൽ വളരുകയാണെന്ന് ഞാൻ പറയുന്നത്. വെറുതെ അധര വ്യായാമമാണ്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അദ്ദേഹം കിടന്ന്, എനിക്ക് തോന്നുന്നു വേണുന്നോ അങ്ങനെ എങ്ങാണ്ടാണ് പേരെന്ന് തോന്നുന്നു. എനിക്കിതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ യാദൃച്ഛികമായി കണ്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എന്താണ് ഇവരൊക്കെ പറയുന്നതെന്ന് നോക്ക് സാറേ, വല്ല കഴമ്പുള്ളതാണോ? ഒരു വേണു എന്നങ്ങാണ്ട് പറഞ്ഞ ആളാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്തോ വലിയ റിസർച്ച് ചെയ്ത് വലിയ ആനക്കാര്യം നടത്തിയ കണക്ക് അവിടെ പോയി, പള്ളിയിൽ പോയി, ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള മണ്ടത്തരമൊന്നും വിളിച്ചു പറയരുത്. സുരേഷ് ഗോപി അവിടെ ജയിച്ചത് അയാൾ മനുഷ്യസ്നേഹി ആയതുകൊണ്ടാണ്. ഒറ്റ ഉത്തരവേ ഉള്ളൂ.
അല്ലാതെ അയാൾ അവിടെ പോയി മതത്തെ സോപ്പിട്ടത് കൊണ്ടോ ഇവിടെ പോയി സോപ്പിട്ടത് കൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹം കൈ അയച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സഹായിക്കുകയും 3 പേരെയും ഒരുപോലെ കാണുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. അങ്ങനെ ഏത് പാർട്ടിയിലെ ഏത് നേതാവ് പ്രവർത്തിച്ചാലും അവർ ജയിച്ചിരിക്കും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ ഒരു ഹിന്ദു ജയിച്ചാൽ പോലും, മനസ്സിലായില്ലേ, അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് സുരേഷ് ഗോപി ജയിച്ചാൽ പോലും ആ ജയത്തെ പോലും അവർ അംഗീകരിക്കാതെ വേറെ രീതിയിൽ അങ്ങനെ കണ്ടു, പള്ളിയിൽ പോയി എന്നൊക്കെ പറഞ്ഞാണ് ഈ വേണു എന്ന് പറയുന്ന ആൾ അവതരിപ്പിക്കുന്നത്. കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ, കഷ്ടം. കോട്ടിട്ടത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല, മനസ്സിലായില്ലേ. ചാനലിൽ ജോലി കിട്ടിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം മനുഷ്യ സ്നേഹിയാണ്. എല്ലാ മനുഷ്യരും വോട്ട് ചെയ്തല്ല. നിങ്ങൾ പറഞ്ഞ കണക്ക് അദ്ദേഹം പള്ളിയിൽ പോയതുകൊണ്ടും ക്രിസ്ത്യൻ പള്ളിയിൽ പോയതുകൊണ്ടും മുസ്ലിം പള്ളിയിൽ പോയതുകൊണ്ടും ഒന്നുമില്ല. ഇങ്ങനെ വില കുറച്ച് കാണുന്നത് ഹിന്ദുക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല. വിജയിക്കുമ്പോൾ വിജയിച്ചു, സുരേഷ് ഗോപി ജയിച്ചു, അദ്ദേഹം മനുഷ്യസ്നേഹി ആയതുകൊണ്ട് ജയിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കുക. ഇനി ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം. എൻ്റെ ചാനലിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഒരു പറ്റം അമ്മമാരാണ് എൻ്റെ ചാനലിൻ്റെ ജീവൻ. അവരുമായിട്ട് എനിക്കൊരു വലിയ ആത്മബന്ധമുണ്ട്. അവരുടെ വീട്ടിലൊരു നല്ല കാര്യം നടന്നാൽ ഉടനെ എന്നെ വിളിച്ചു പറയും. എന്തിനാ പറയുന്നത്? ചില ദിവസം സ്പെഷ്യലായിട്ടൊരു പായസം വെച്ചാൽ എന്നെ വിളിച്ചു പറയും. ഈ അമ്മമാരുടെ മക്കളൊക്കെ വെളിയിലുള്ളവർ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയും, മനസ്സിലായില്ലേ. വിദേശത്ത് നിൽക്കുന്ന അവരുടെ മക്കൾ വരുന്നെന്നുണ്ടെങ്കിൽ അവർ പേനായോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മോനെ ഞാൻ മോന് വേണ്ടി പേന വെച്ചിട്ടുണ്ട്, മോൻ്റെ അഡ്രസ്സ് മോൻ അയച്ചു തരാം, ഇങ്ങനെ പറയുന്ന അമ്മമാരാണ്. അവരെന്നെ മകനായി കാണുന്നു. അമ്മ മരിച്ചുപോയ ഞാൻ ഇവരെ എല്ലാവരെയും എൻ്റെ അമ്മമാരായി കാണുന്നു, മനസ്സിലായല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ എന്താവശ്യവും ജ്യോതിഷപരമായി എന്നോട് പറയുമ്പോൾ ഞാൻ എപ്പോഴും അമ്മമാർ പറയുന്നതിന് മുൻഗണന കൊടുത്ത് അത് തീർക്കും. അതുകൊണ്ടാണ് പലരും പറയും, എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സാറ് കുറേ നാളായിട്ട് വിളിക്കുന്നു, എനിക്കിതിന് മറുപടി കിട്ടിയില്ല. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് അമ്മമാർക്കും അച്ഛന്മാർക്കുമാണ് കൊടുക്കുന്നത്. കാരണം അവരാണ് എൻ്റെ ചാനലിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്നെയും എനിക്ക് അവരെയും ഇഷ്ടമാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയത്താണ് എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലൊരു നല്ല കറി വെച്ചാൽ പോലും എന്നെ വിളിച്ചു പറയുന്ന അമ്മമാരാണ് എല്ലാവരും. മോനെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അമ്മമാർ പലരും എനിക്ക് ആദ്യം വാട്സപ്പിലായിരുന്നു എനിക്ക് മെസ്സേജ് അയക്കും, മോനെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. അമ്മ ഉച്ചയ്ക്ക് വിളിക്കും, മനസ്സിലായില്ലേ. ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഫ്രീ ആവുന്നതെന്നറിയാം. അപ്പം ഉച്ചയ്ക്ക് വിളിക്കും. അപ്പം ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഞാൻ ചുമ്മാ ചിരിക്കുന്ന ഒരു പടം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നതാണ്, മോൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യരുത് മോനെ, അങ്ങനെ ചെയ്യരുത്. മോൻ ഇപ്രാവശ്യം താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാനേ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു പ്രേമേന്ദ്രനുണ്ട്. അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാലും അദ്ദേഹം ചെയ്യും. ആൾക്കാർ പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ആരും നോക്കാറില്ല അമ്മേ. അപ്പോൾ പിന്നെ ഞാൻ താമരയ്ക്ക് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയും ഇല്ല അമ്മേ. അദ്ദേഹമേ ജയിക്കത്തുള്ളൂ. മോനെ അദ്ദേഹം ജയിച്ചോട്ടെ, പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ അവിടെ ഒരു ശക്തിയാണെന്ന് കാണിക്കണം മോനെ. ഇല്ലെങ്കിൽ നമ്മളെ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും? ചവിട്ടി താഴ്ത്തി കളയും. അതുകൊണ്ട് നമ്മുടെ കൃഷ്ണകുമാർ അവിടെ കുറേ വോട്ട് പിടിക്കട്ടെ മോനെ, നമ്മളിത് ഉണ്ടെന്ന് കാണിക്കണം മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അപ്പോൾ ഞാൻ ഈ തോക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്. മോനെ തോക്കുന്ന പാർട്ടി അല്ല, നമ്മളെ ശക്തി കാണിച്ചാൽ പിന്നെ നമ്മൾ പതുക്കെ അവിടെ എന്ത് ചെയ്യും? ജയിച്ചു വരും. നമ്മളങ്ങനെ തോക്കുമെന്നും പറഞ്ഞ് വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് കുഴപ്പം. അപ്പം ഞാൻ ചോദിച്ചു, ആഹാ അമ്മ ഇത് കടുത്ത BJP ആണല്ലോ അമ്മേ. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ച മറുപടി വന്നത്. അപ്പം അവർ പറഞ്ഞു, ഞാൻ BJP അല്ല മോനെ, ഇത് ഒരമ്മയല്ല പല അമ്മമാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, BJP അല്ലേ? പിന്നെ അമ്മ പിന്നെ BJP അല്ലാതെ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞതോ? മോനെ ഞാൻ RSS ആണ്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ പറഞ്ഞ, അമ്മ RSSോ? അപ്പോൾ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ യഥാർത്ഥത്തിൽ RSSനോട് താല്പര്യമുള്ളവർ പോലും ചിലപ്പോൾ മിണ്ടാറില്ല. കാരണം ഇങ്ങനെ ഭയങ്കരമായ ആക്രമണമാണല്ലോ അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ അമ്മ പറയാ, എന്താ
എന്താ കുഴപ്പം? RSS കാരെന്താ പാകിസ്ഥാൻകാരാണോ? അവർ പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരാണോ? അല്ലല്ലോ, അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്. ഇന്ത്യയോട് ഇത്രയും സ്നേഹമുള്ള വേറെ ആരുണ്ട് മോനെ ഇവിടെ? വേറെ ആരായി ഇന്ത്യയെ സ്നേഹിക്കുന്നത്? പിന്നെ അവർ കുറേ പൊളിറ്റിക്സ് ഒക്കെ പറയാൻ തുടങ്ങി, കമ്മ്യൂണിസ്റ്റുകാർക്ക് ചൈനയോട് സ്നേഹം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇത് അമ്മമാരാണ് പറയുന്നത്. അമ്മമാർ, അവരുടെ നേതാക്കൾക്ക് എപ്പോഴും ചൈനയോടല്ലേ സ്നേഹം, ഇവരോടല്ലേ സ്നേഹം, ഇന്ത്യ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന അതിർത്തി എന്നൊക്കെ അവരുടെ നേതാവ് പറഞ്ഞില്ലേ? ഇതൊരമ്മ പറയണമെങ്കിൽ അത് അമ്മയുടെ വായിൽ നിന്ന് വരുന്നതല്ല, അതൊരു ക്ലാസ് പോലെ കിട്ടിയിട്ടാണ്. അപ്പം അവർ പറഞ്ഞ ഒരു വലിയ ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അല്ല, ഈ RSSകാരെ ഇത്രയും കൂടുതൽ ഇങ്ങനെ ആക്രമിക്കാൻ RSSകാർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്നവരാണോ? അല്ലല്ലോ. അവരോളം മാതൃസ്നേഹം, രാജ്യസ്നേഹമുള്ളവരാരെങ്കിലും ഉണ്ടോ മോനെ? അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടിങ്ങനെ ഞാൻ നിൽക്കുകയാണ്. അപ്പം അവർ പറയുകയാണ്, ഇങ്ങോട്ട് എന്നോട് പറയുകയാണ്, മോനെ RSS ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നതെന്ന് മോൻ അറിയാമോ? അക്ഷരാർത്ഥത്തിൽ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ ഇതെന്താ പറയുന്നത്? അമ്മ ഇതെന്താ പറയുന്നത്? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഒന്ന്, ഇവരെല്ലാം അമ്പലവാസികളാണ്. അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ അമ്മമാർ. അവിടെ ഞായറാഴ്ച പിന്നെ ശനിയാഴ്ച നാരങ്ങാ വിളക്കുണ്ട്, ഞായറാഴ്ച പൂജകളുണ്ട്. ഈ അമ്മമാർ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. മിക്ക അമ്പലത്തിൻ്റെയും ഭാരവാഹികൾ RSSുമായി ബന്ധപ്പെട്ടവരാണ്. സ്വാഭാവികമായും അവരുമായൊരു ബന്ധം സ്ഥാപിക്കും. പിന്നെ അവിടെ വെച്ച് അവർ ചില അമ്പലങ്ങളിൽ പുരാണങ്ങളൊക്കെ പഠിപ്പിക്കും. അക്കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അവർ അമ്പലത്തിൽ ചർച്ച ചെയ്യുന്നു. പണ്ടൊക്കെ പള്ളിയിൽ ഇതേ കണക്ക് സമൂഹത്തിൽ മതത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പള്ളികളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് അതുപോലെ അമ്പലങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നറിയുക. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യവും കൂടെ ഓർമ്മ വന്നത്. എൻ്റെ അമ്മ കൊല്ലത്ത് പുതുകാവ് ക്ഷേത്രത്തിൽ സ്ഥിരം പോകുമായിരുന്നു. അവിടെ ചെന്ന് തൊഴും. പലപ്പോഴും രാവിലെ ചെന്നാൽ ഉച്ചയ്ക്ക് അവിടെ അന്നദാനമുണ്ട്, അതും കഴിച്ചിട്ടേ വരത്തുള്ളായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ അമ്മ പലപ്പോഴും ഇതുപോലെ RSSനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാനിടയ്ക്ക് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അമ്മ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? അമ്മ അങ്ങനെ RSSകാരെങ്ങനെയാണ്? RSS ഇവർ പറയുന്ന കണക്ക് മോശമല്ല മോനെ, നല്ലതാണ് എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഈ അമ്മമാർ വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഇത് എവിടുന്ന് വന്നെന്ന്. എൻ്റെ അമ്മ അതുമായി ബന്ധപ്പെടുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് പറയുന്നതിനൊന്നും മടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അത് അവിടുന്ന് കിട്ടുന്ന ഒരു വലിയ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചർച്ച നടത്തും. ഇവിടെ അമ്മമാരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്താണ്? അമ്മമാരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നത് ഒന്ന് ശബരിമല വിഷയം തന്നെ. ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറരുത്, അതും സ്ത്രീകൾ കയറരുതെന്ന് ആരും പറയുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞ ഏത് സ്ത്രീക്കും കയറാം. സ്വാഭാവികമായിട്ടും ഒരു കാര്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ പെണ്ണിൻ്റെ അശുദ്ധിയുമായി വരെ ചാനലിൽ ഇരുന്ന് ബന്ധപ്പെടുത്തി കളഞ്ഞു ഓരോരുത്തർ. സത്യത്തിൽ അശുദ്ധിയായിട്ട് എന്താ ബന്ധം? 50 വയസ്സ് 51 52 വയസ്സിലും പീരിയഡ്സ് ഉള്ളവരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ അവിടെ പോകാമല്ലോ. സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ 50 വയസ്സ് കഴിഞ്ഞില്ലേ? എൻ്റെ അമ്മയ്ക്ക് 53ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് പീരിയഡ്സിൻ്റെ ഇത് നിന്നത്. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും ആ പീരിയഡ്സ് തീരാതെ ശബരിമലയ്ക്ക് പോകാൻ വാശി പിടിച്ചിട്ടില്ല, വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം അശുദ്ധിയുടെ പ്രശ്നമല്ല. പല ചാനൽ ചർച്ചകളിലും വന്ന് സ്ത്രീകൾക്ക് അശുദ്ധിയാകുമ്പോൾ അങ്ങനല്ലേ പൊക്കൂടെ, സ്ത്രീകളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞല്ല. 50 വയസ്സ്, അതിന് കാരണങ്ങൾ കാണും. അപ്പോൾ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് ഇവരെ ഭയങ്കരമായി അമ്മമാരെയും യുവതികളെയും പ്രകോപിപ്പിച്ചു എന്ന് മാത്രമല്ല, ചാനലുകൾ, സകല ചാനലുകാരും അതിശക്തമായിട്ട് അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് വാദിക്കുകയും കൂടെ ചെയ്തതോടുകൂടി ഈ അമ്മമാർ തിരിഞ്ഞു. ഈ അമ്മമാർ എന്നോട് പറഞ്ഞതാണ്, മക്കളെ അവിടെ സ്ത്രീകൾ കയറുന്നതിന് തടസ്സം നിന്നത് RSS അല്ലേ? RSSകാരില്ലായിരുന്നെങ്കിൽ കയറിയേനല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അമ്മേ, RSS അല്ല, BJP ആണ്. അന്നൊരു BJPയുടെ കെ സുരേന്ദ്രനൊക്കെ അല്ലേ അത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല മോനെ, RSS ആണ്. RSSൻ്റെ ബലത്തിലാണ് അവരവിടെ ഇതിനെ എല്ലാം തടഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഒരു യുവതിയെ കൊണ്ട് കയറ്റിയതോടുകൂടി
ഇവർ അതിഭയങ്കരമായിട്ട് ഈ രാഷ്ട്രീയ സംഘടനകളെ വെറുക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്പീക്കറുടെ ഗണപതി പരാമർശം. അതുണ്ടാക്കിയ ഓളം വളരെ വലുതാണെന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കുക. ഭയങ്കര വലുതാണ് അതുണ്ടാക്കിയ ഓളം എന്ന് പറഞ്ഞാൽ. ഗണപതി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ആരാണെന്ന് ഈ സ്പീക്കർക്ക് അറിയില്ല. ഈ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ, ആ മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം. ഇപ്പം എനിക്ക് ഹിന്ദു മതത്തെക്കുറിച്ച് എന്തും പറയാം, ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ ഇസ്ലാം മതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും ഞാൻ പറയുമ്പോൾ സൂക്ഷിക്കണം. ഒരു അന്യ മതസ്ഥൻ പറയുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെയും അതാണ് സംഭവിച്ചത്. സ്പീക്കർ വന്ന് ഗണപതി ഒരു മിത്താണെന്ന് പറയുകയും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടുകൂടി അത് അമ്പലങ്ങളിലൊക്കെ വലിയ വിഷയമായല്ലോ. ഗണപതി അമ്പലത്തിൽ നിന്ന് പിന്നെ പ്രകടനങ്ങളും ജാഥകളും എല്ലാം നടന്നല്ലോ. അപ്പോഴേ ഇവർ പറയുന്നതാണ്, ഈ അമ്മമാർ പറയുന്നതാണ്, മോനെ അങ്ങനെ ഗണപതി മിത്താണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇവർ അധികാരത്തിലിരുന്നാൽ നമ്മുടെ ഗണപതി അമ്പലമൊക്കെ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കളയുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവർ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചർച്ചകൾ നടന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലായില്ലേ? അതേ കണക്ക് തന്നെ. അപ്പം ഗണപതിയുടെ വിഷയം വളരെയധികം ഈ അമ്മമാരെ പ്രകോപിപ്പിച്ചു. അപ്പം എല്ലാവരും നമ്മൾ ഗണപതിക്ക് കുറിച്ചിട്ടേ എന്തും ചെയ്യത്തുള്ളൂ. എന്നിട്ട് അമ്മമാരെന്നോടൊരു ചോദ്യവും കൂടെ ചോദിച്ചു, അല്ല മോനെ, ഇതിനകത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിമാരുണ്ട്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക, അവർക്ക് ഭഗവാനെ വേണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഇവർക്ക് നിൽക്കുന്നത്? അതിൻ്റെ പാപവും കൂടെ നമ്മൾ എന്തിനാണ് പിന്നെ വലിച്ചു വെക്കുന്നത്? അമ്മമാരുടെ ചിന്തയാണ്. ശരിക്കും ഇത് അമ്മയുടെ ചിന്തയാണോ അതോ അമ്പലത്തിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ക്ലാസ് ആണോ എന്നുള്ള കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ആ ക്ലാസ് കിട്ടി. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മൊത്തം എങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്? ദൈവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മുൻപന്തിയിൽ, അതേ കണക്ക് തന്നെ ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളും കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഹിന്ദുക്കളെ തള്ളാൻ ഒരു മടിയും കാണിക്കത്തില്ല കോൺഗ്രസ്. RSSകാരാണ് അവരുടെ ക്ഷേത്രങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്. പിന്നെ ചാനലുകാർ പലപ്പോഴും RSSനെ ആക്ഷേപിക്കുന്നത് ഇവർക്ക് പിടിക്കണില്ല. ഈ അമ്മമാർ പറയുന്നത് ഹിന്ദുക്കളോട് പറയേണ്ടത്, ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നതിന് പകരം ഹിന്ദു എന്ന പേര് ഉപയോഗിക്കാതെ RSS എന്ന പേര് അവർ കൂട്ടുപിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ആക്ഷേപിക്കുന്നത് RSSനെ അല്ല, ഹിന്ദുവിനെയാണ്. കാരണം RSSകാർ ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പം RSSകാരെ ആക്ഷേപിക്കുന്നത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നതിന് തുല്യം എന്നാണ് ഈ അമ്മമാർ കരുതുന്നത്. അത് സത്യമാണോ മറ്റുള്ളതാണോ അത് വേറൊരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അവർ പറയുന്നത് RSS സംരക്ഷിക്കുന്നത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ അല്ല, ഹിന്ദുവിനെയാണ്. അപ്പം RSSനെ ആക്ഷേപിക്കുന്നത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഓർമ്മിക്കുക, ശബരിമലയിലെ ആ പ്രശ്നത്തിന് ശേഷം മിക്ക അമ്മമാരും, നല്ലൊരു പങ്ക് അമ്മമാരും മലയാളത്തിലെ പ്രമുഖ പല ചാനലുകളും കാണാതായി, അവരുടെ സീരിയലുകൾ ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അമ്മമാർ ഇതിനകത്ത് ഉണ്ട്. ഇപ്പം നിങ്ങൾ പണ്ടൊക്കെ നമുക്ക് പള്ളിയിലൊക്കെ പ്രീസ്റ്റുകൾ അല്ലേ, പണ്ടല്ല ഇപ്പോഴും പ്രീസ്റ്റുകൾക്ക് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു സ്വാധീനമുണ്ട്. അതുപോലെ ഇന്ന് ഹിന്ദുവിൻ്റെ അമ്പലങ്ങളിലെല്ലാം അവിടുത്തെ പ്രീസ്റ്റുമാർക്ക് ഒരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും ഈ ആളൊഴിഞ്ഞ സമയത്തൊക്കെ ഈ അമ്മമാർ ചെല്ലുമ്പോൾ ഇവരുമായിട്ടൊക്കെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അവർക്ക് പ്രത്യേകം പിന്നെ പ്രസാദങ്ങളും ഒക്കെ കൊടുക്കും. അത്തരം ഘട്ടത്തിൽ കണ്ടില്ലേ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ പറയും. ഇനി അങ്ങനെ അമ്മമാരെല്ലാം RSSനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ RSSനെ എതിർക്കുന്നതിനനുസരിച്ച് അവർ RSSൽ ഉറയ്ക്കുകയാണെന്നും കൂടുതൽ വരികയാണെന്നും മനസ്സിലാക്കുക. RSS ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് RSSനെ ആക്ഷേപിക്കുന്നത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന മട്ടിലാണ് ഇന്ന് ഒട്ടുമുക്കാൽ ഹിന്ദുക്കളും. അത് അമ്മമാർ മാത്രമല്ല, യുവതികളും എടുക്കുന്നുണ്ട്. യുവതികൾ നല്ലൊരു പങ്കും BJPയിലേക്കാണ് യുവതികളും യുവാക്കളും പോയത്. കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവതി, ആ യുവതി എന്നോട് പറഞ്ഞത്, സാറേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ ചാനലുകാരെന്നെ BJP ആക്കി എന്നാണ്.
അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ശരിയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ചാനലുകാർ BJP ആക്കി. സാറേ കണ്ടില്ലേ ആ പ്രശ്നത്തിൽ ചാനലിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് സ്ത്രീകളെ കയറ്റണമെന്നും പറഞ്ഞ് വാദിച്ചത്. അതിൽ അവർക്ക് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിനെ അവർക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. പ്രത്യേകിച്ചും ആ ചാനലിലെ സ്ത്രീയായ അവതാരകയെ, പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്, സ്ത്രീയായ അവതാരകയെ അവർക്ക് കണ്ടുകൂടാ. അവരെന്തൊക്കെ പറഞ്ഞെന്നറിയാം. ഇതെന്താണ് സ്ത്രീയോ? ഞങ്ങൾ സ്ത്രീകൾക്കില്ല, ഞങ്ങൾക്കില്ല. ഈ ചാനലുകാർ ആ സമയത്ത് സത്യസന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ശബരിമലയിൽ നിങ്ങളിപ്പം ഒരു ഇലക്ഷൻ നടത്തുമ്പോൾ സർവേ നടത്താറില്ലേ? ആര് ജയിക്കുമെന്നും പറഞ്ഞ് സർവേ നടത്താറില്ലേ? ഇതുപോലെ ശബരിമല വിഷയത്തിൽ ഹിന്ദു സ്ത്രീകളുടെ അഭിപ്രായം എന്തെന്ന് കേരളത്തിലെ പ്രമുഖ ചാനലായിട്ടുള്ള മാതൃഭൂമിയോ മനോരമയോ ഏതെങ്കിലും ഒരു ചാനൽ ആ സർവേ നടത്തിയായിരുന്നോ? ഏതെങ്കിലും നടത്തിയായിരുന്നോ? ഇല്ല, ആരും നടത്തിയില്ല, ഒരു മനുഷ്യരും നടത്തിയില്ല. നടത്താതെ പിന്നെ ഹിന്ദുക്കളുടെ അവിടെ ഇരുന്ന പൂജാരിമാരെ തന്നെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ പൂജാരിമാരെയും ഹിന്ദു സ്ത്രീകൾക്ക് വളരെ സ്നേഹവും ബഹുമാനവുമാണ്. അപ്പം അവർ പറയുന്ന ഇതാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് പോകണ്ട. പിന്നെ ഇത് ഏത് സ്ത്രീക്കാണ് അവിടെ പോകാൻ താല്പര്യം? അല്ല നിരീശ്വരവാദികളായിരിക്കും. ഇത് അമ്പലം ഈശ്വര വിശ്വാസികൾക്കുള്ളതല്ലേ? അപ്പോൾ ഈ യുവതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഠിനമായ എതിർപ്പാണ് ആരോടുള്ളത്? ഈ ചാനലുകാരോടുള്ളത്. ഇവരാണ് അവരെ എന്താക്കി മാറ്റിയത്? BJP ആക്കി മാറ്റിയത് എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ്റെ അന്ന് എൻ്റെ ക്ലാസ്സിലെ ആൺകുട്ടികൾ എന്നോട് പറഞ്ഞതാണ്, സാറേ താമരയ്ക്ക് വോട്ട് ചെയ്യണേ. എൻ്റെ ക്ലാസ്സിലെ നല്ലൊരു പങ്ക് കുട്ടികളും അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, എന്നോട് പൊട്ടിത്തെറിച്ച ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി തന്നെ ഉണ്ട്. ഒരു ക്രിസ്ത്യൻ പെണ്ണ് എന്നോടുള്ള ദേഷ്യത്തിനല്ല പൊട്ടിത്തെറിച്ചത്. ആ ക്രിസ്ത്യൻ പെൺകുട്ടി ഈ യുദ്ധസമയത്ത് ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് ദേഷ്യം മൊത്തം കോൺഗ്രസിനോടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങളെ വേണ്ടേ? ആ കുട്ടിയുടെ ചോദ്യം അതാണ്, ഞങ്ങളെ വേണ്ടേ? അവിടെയല്ലേ അവരാദ്യം ബോംബിട്ടത്? കാര്യം മനസ്സിലായില്ലേ? അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു മരിച്ചില്ലേ? സാറേ, ഇസ്രായേലി മരിച്ചാലും പാലസ്തീനി മരിച്ചാലും മരിക്കുന്നത് ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം മനുഷ്യരല്ലേ സാറേ? അപ്പോൾ ഇവിടെ ഇസ്രായേലി മരിച്ചവരെ കുറിച്ച് ഒന്നും മിണ്ടാത്തതെന്ത്? അപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുകയാണ്. ആ കോൺഗ്രസ്സുകാരും കൂടെ അവിടെ പിന്തുണച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റിനോട് താല്പര്യവും ഇല്ല. പിന്നെ അവരെന്ത് ചെയ്തു? BJPക്ക് വോട്ട് ചെയ്തു. ഇത് തന്നെയാണ് ഈ തൃശ്ശൂർ സംഭവിച്ചത്. ഈ സത്യം മനസ്സിലാക്കാതാണ് ഓരോ ചാനലുകാർ സുരേഷ് ഗോപി എന്തെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. ക്രിസ്ത്യൻ മാറിയതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ക്രിസ്ത്യൻ കൂട്ടുകാരും അവരെല്ലാം ഈ വിഷയത്തിൽ അമർഷരാണ്. അവർ പറയുന്നത് രണ്ടും പറയട്ടെ, പാലസ്തീനി നടന്നതും തെറ്റ്, ഇസ്രായേലി നടന്നതും തെറ്റെന്ന് രണ്ടും പറയട്ടെ. കാരണം എവിടെ മരിച്ചാലും മരിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യൻ മരിക്കുന്നതിൽ, അവിടുത്തെ മനുഷ്യൻ മരിക്കുന്നതിലേ ഉള്ളൂ ദുഃഖം എന്ന മട്ടിലാണ് എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ സംസാരിച്ചത്. അപ്പോൾ അവർക്ക് കമ്മ്യൂണിസ്റ്റിനോടല്ല ദേഷ്യം, കോൺഗ്രസിനോട്. ഞങ്ങൾ കാലാകാലങ്ങളായി കോൺഗ്രസിന് ചെയ്തവരാണ്, ഇനി ചെയ്യത്തില്ല, BJPക്ക് ചെയ്യും. ഇങ്ങനെ കേരളം മാറുകയാണ്. ഇനിയും നിങ്ങൾ ഹിന്ദു ദൈവത്തെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദൈവം മിത്താണെന്ന് പറയാനോ ചുമ്മാ അങ്ങ് കണ്ണും പൂട്ടി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ RSS അത് പോയി. സത്യം പറഞ്ഞാൽ അത് തേഞ്ഞു പോയി. ഇനി അതൊന്നും എറിക്കത്തില്ല. ആ സത്യം നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക. ഇനിയിപ്പോൾ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹിന്ദുക്കൾക്കും ഒരു രോമാഞ്ചമായി മാറിയെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ രക്ഷകരായിട്ട് അവരിപ്പം സംഘപരിവാർ എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്നതിനെ കണ്ടു തുടങ്ങി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അനാവശ്യമായി ആക്രമിച്ചു വലുതാക്കി ഒരു തളികയിൽ എന്ന വണ്ണം ഇത് BJPയുടെ കയ്യിലേക്ക് ഈ നാടിനെ നിങ്ങൾ എത്തിക്കും. ഇത് നിങ്ങൾ ഇനി മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ള അണികൾ നിൽക്കും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, കോൺഗ്രസ്സിലെ നല്ലൊരു പങ്ക് ഹിന്ദുക്കളും BJP ആണെന്ന സത്യം. BJP ജയിക്കത്തില്ല എന്നതുകൊണ്ട് അവരെ വോട്ട് ചെയ്യുകയാണ്. ശക്തമായ ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഈ കോൺഗ്രസ്സിലെ ഹിന്ദുക്കളെല്ലാം
ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല, കോൺഗ്രസ്സിലെ ക്രിസ്ത്യൻസും കൂടെ ആർക്ക് വോട്ട് ചെയ്യും? BJPക്ക് വോട്ട് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർക്ക് BJPയെ തടഞ്ഞു നിർത്താൻ സാധിക്കും. നിങ്ങൾ 3 മതത്തെയും ഒരുപോലെ സ്നേഹിക്കും. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളെ മാറ്റി നിർത്തിയിട്ട് മറ്റു 2 പേരെ ഒരുപോലെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നില്ലേ, യുദ്ധം പാലസ്തീൻ വന്നപ്പോൾ അവർ ഒന്നും കൂടെ മറ്റൊരെണ്ണത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി. അവിടെയാണ് അവർ വേർപെട്ടത്. അവിടെയാണ് ക്രിസ്ത്യൻസ് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്തതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഹിന്ദുക്കളെയും പരിഗണിക്കുക. നിങ്ങൾ 3 പേരെയും നിങ്ങൾ പരിഗണിക്കുക. ഇനി BJPക്കാർ ഇതാ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ ഏറ്റവും വലിയ ബെൽറ്റ് പുരുഷന്മാരല്ല സ്ത്രീകളാണെന്ന സത്യം മനസ്സിലാക്കുക. നിങ്ങൾ പോവുകയാണെങ്കിൽ നിശ്ചയമായും BJP കേരളത്തിലൊരു വലിയ ശക്തിയാക്കി മാറ്റുകയും ചെയ്യാം. അങ്ങനെ 3 പാർട്ടിക്കാർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിങ്ങൾ 3ഉം ഒന്നിക്കുമ്പോൾ മാത്രമേ ഭാരതത്തിന് സൗന്ദര്യമുണ്ടാകൂ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയെയും ഒരുപോലെ കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകണം. ഒരാളോട്, ഇപ്പോൾ നമ്മളൊരു മക്കൾ തന്നെ, നമുക്ക് 3 മക്കളിൽ ഒരാളോട് കൂടുതൽ സ്നേഹം കാണിച്ചാൽ മറ്റ് 2 പേര് പരാതി പറയത്തില്ലേ? സ്വന്തം അച്ഛനാണെങ്കിലും പറയത്തില്ല, എൻ്റെ അച്ഛൻ അവളോടാ സ്നേഹം, എൻ്റെ അമ്മയ്ക്ക് ഇവളോടാ സ്നേഹം. ഇതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു തോന്നൽ വരുന്നു, ഹിന്ദുക്കളെക്കാൾ മറ്റു പാർട്ടിക്കാർക്ക് സ്നേഹം മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടുമാണെന്നൊരു തോന്നൽ വരുന്നു. അമ്മമാർ RSSലേക്ക് പോകുന്നു, യുവതികൾ BJPയിലേക്ക് പോകുന്നു, യുവാക്കൾ BJPയിൽ നിന്നുകൊണ്ട് തന്നെ RSSനെ സംരക്ഷകരായി കാണുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയാൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ BJPയെ തടയിടാൻ പറ്റും. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സ്ത്രീകളാണ് കരുത്തെന്ന് മനസ്സിലാക്കുക. പിന്നെ BJPക്കാരോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇരിക്കുന്ന ഈ പ്രസിഡന്റിനെ അവർക്ക് അത്ര ഇഷ്ടമല്ല. അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അവർക്ക് പല BJPക്കാരും പറയുന്നുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് മാറണം, മാറിയിട്ട് വേറൊരാൾ വരണം എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. എന്നോട് സംസാരിച്ച നല്ലൊരാളുകളും പറയുന്നത് ശോഭ ചേച്ചി വരണം, ശോഭ ചേച്ചി വരണമെന്നാണ്. ഇതൊന്നും എൻ്റെ ഇതല്ല, ഞാൻ കേട്ട അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ 3 പാർട്ടിക്കാർക്കും ഭാവിയുണ്ട്, 3 പാർട്ടിക്കാർക്കും പ്രയോജനം ചെയ്യുന്നു. 3 പാർട്ടിക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഭാരതത്തിൻ്റെ ആത്മാവാണ്. ഒരാൾക്കും പോറലേൽക്കാൻ പാടില്ല. 3 പേരെയും തുല്യരായി കാണും. അപ്പം മതസൗഹാർദ്ദം ഇവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതിനെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. എല്ലാ ആശംസകളും 3 പ്രസ്ഥാനത്തിനും ചേരുന്നു. അപ്പം നമുക്ക് 3 മതക്കാർക്കും ഒന്നിച്ചു നിൽക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.